ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ പത്മനാഭൻ്റെ നടയിലാണ് കേട്ടോ. ശരിക്കും ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ ചോറൂണാണ്. കുഞ്ഞൂസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ മോളാണ്. അപ്പം കുഞ്ഞൂസിൻ്റെ അടുത്ത് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും അവളുടെ അടുത്ത് ഒരു പ്രത്യേകതര സ്നേഹമാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ജനറേഷനിൽ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് പെൺഭരണമായിരിക്കും കേട്ടോ. 3 പെണ്ണുങ്ങളോട് ചേർന്നിട്ടുള്ള ഭരണമായിരിക്കും അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ദാഹത്തോട്ട് കയറുകയാണ് കേട്ടോ. അവിടെ നിന്ന് നല്ല തിരക്കായിരുന്നേ, ശരിക്കും ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് എന്തൊക്കെയോ വിശേഷ ദിവസമായിരുന്നു. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമാണ്. പോരാത്തതിന് നമ്മുടെ മഹാരാജാവ് ഉണ്ടല്ലോ, അവരുടെ ദർശനം വൈകിട്ടാണ്. എന്നും വരുന്ന സമയത്തല്ലായിരുന്നു അവർ വന്നത്, ലേറ്റായി. അപ്പോൾ അതിൻ്റെ ആ സമയത്തൊന്നും ആരും കയറ്റില്ലല്ലോ അകത്ത്. അങ്ങനെ അവിടെ തിരക്കായിരുന്നു. പിന്നെ ദേവി സഹസ്രനാമോ ആ ഒരു അതിൻ്റെ ഒരു തുടക്കം, അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. കിഴക്കേ നടയിൽ കൂടി ഒന്നും ആരെയും വിട്ടില്ല, എല്ലാം വടക്കേ നടയിൽ കൂടിയായിരുന്നു കേട്ടോ പോയത്. അങ്ങനെ എന്താണ് കുഞ്ഞൂസ് ചോറ് അവിടെ നിന്ന് തിരക്കായത് കൊണ്ടും കുഞ്ഞൂസ് ഭയങ്കര കരച്ചിലായിരുന്നേ. അതുകൊണ്ടും ചോറ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, അമ്മയ്ക്കും അച്ഛനും മാത്രമേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ആ ചോറ് കൈ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി വന്നവരെല്ലാവരും അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും ആ സമയത്ത് അവൾ ചോറ് കഴിച്ചതേയില്ല, വായിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, അത്രമാത്രം കരച്ചിലായിരുന്നു. ശരിക്കും ഇവൾ ഇരിക്കുന്ന സമയത്ത് അധികം കരഞ്ഞിട്ടൊന്നുമില്ല, സ്മാർട്ടായിട്ടിരുന്നു. ശരിക്കും ഇന്നേ നമ്മൾ പോയ സമയത്ത് ഒരുപാട് ഒരു 10 പേർക്കെങ്കിലും ചോറൂണ് ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ 2 പേര് വെച്ചിട്ടാണ് ഇരുത്തിയത്. അങ്ങനെ കുഞ്ഞൂസിൻ്റെ കൂടെ ഇരുന്ന കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവളിങ്ങനെ നോക്കി 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 യാദൃശ്യമായിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൾ ഭയങ്കര കരച്ചിൽ. എന്നാൽ ഞാനും കരഞ്ഞിരിക്കാന്ന് വെച്ചിട്ട് കുഞ്ഞൂസും തുടങ്ങി കരച്ചിൽ. അങ്ങനെ അവിടെ വെച്ചിട്ട് ചോറ് കൊടുത്ത സമയത്ത് അവൾ ചോറൊന്നും കഴിച്ചില്ല. അച്ഛനും അമ്മയും മാത്രമേ ചോറ് കൊടുത്തുള്ളൂ കേട്ടോ. തിരക്കും കരച്ചിലും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ ചോറ് ഞങ്ങൾക്ക് തന്നായിരുന്നേ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വന്നവരെല്ലാവരും കൂടി ചേർന്ന് എന്നാൽ അവൾക്ക് ഇവിടെ വെച്ച് ഞങ്ങൾ കൊടുത്തേട്ട് നടയിൽ വെച്ച് തന്നെ എല്ലാവരും കൊടുത്തു. ശരിക്കും അവിടുത്തെ അന്നദാനത്തിന് കൊടുക്കുന്ന ആ ഒരു ചോറും കറിയും പിന്നെ കുറച്ച് ഇച്ചിരി പായസം കൂടി ഉണ്ടായിരുന്നുള്ളേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോറ് കൊടുക്കണ കാണുന്നത്. സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഉപ്പും പുളിയും മുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി അത് വെച്ചിട്ടല്ലേ കൊടുക്കണം. പക്ഷേ ഇതങ്ങനെയല്ല. അവരുടെ അന്നദാനത്തിനുള്ള ആ ഒരു ചോറ്, എരിശ്ശേരി, വലിയൊരു ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, മുഴുവനോടുള്ള ഉപ്പിലിട്ട മാങ്ങയായിരുന്നേ. അത് എല്ലാവരും കൂടി അവിടെ വെച്ച് ഞാൻ കഴിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര പുളിപ്പും ഉപ്പും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മൾ ആ കുഞ്ഞൂസിൻ്റെ ആ മാങ്ങയ്ക്കകത്തുള്ള ഉപ്പും പുളിയൊക്കെ എടുത്ത് അതിലേക്കൂടെയൊക്കെ കുഴച്ച് കൊടുത്തിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. അങ്ങനെ വന്നവരെല്ലാവരും അങ്ങ് കൊടുത്തു. പൊന്നു ആയാലും മിന്നു ആയാലും അവർ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഉരുട്ടിയൊക്കെ എടുത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ അത്രയും കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പിടിച്ച് നിർത്തി പറഞ്ഞു കൊടുത്ത് ഒരു ചോറ് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ച് കൊടുത്ത്. ശരിക്കും എല്ലാവരും കൊടുത്താലും അവൾ ചോറ് കഴിക്കും. ചവയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവളിങ്ങനെ അല്ലാതെ തന്നെ മോണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറുക്കിയൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ കുഞ്ഞൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ചോറും കറിയൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും ചോറൊക്കെ കൊടുത്തു. ലാസ്റ്റ് പോകാനിറങ്ങിയപ്പോഴാണ് ഇവിടെ കൊടുത്തില്ല, ഇതും വേറൊരു പൊന്നുമാണ് കേട്ടോ. അങ്ങനെ ഈ പൊന്നു കൊടുത്തില്ല. അപ്പോൾ അവളും ഇതുപോലെയാണ് നിറയും, അവൾ കഴിക്കുമ്പോഴേക്ക് എടുത്ത് അവസാനം അയ്യോ അത്രയും കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് ഒരു ചോറ് കൊടുത്തു. അങ്ങനെ ഞാൻ അവസാനം കുഞ്ഞൂസിനെ കൊണ്ട്, പൊന്നൂന്ന് എപ്പോഴും വരുള്ളൂ കേട്ടോ, പൊന്നൂന്ന് വിളിച്ചിട്ട് അങ്ങനെ കുഞ്ഞൂസിനെ കൊണ്ട് നടയെ കൊണ്ടുപോയി ഒന്ന് തൊഴുതിട്ട് വന്നു. ശരിക്കും ഭയങ്കര ക്യൂ ആയിരുന്നു തൊഴാനായിട്ട്. പക്ഷേ ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്ക് നടയെ കൊണ്ട് തൊഴിയിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അല്ലാതെ കയറ്റി വിട്ടേ. അങ്ങനെ കയറ്റി വിട്ടെങ്കിലും തൊടാനൊന്നും പറ്റിയില്ല. കയറിപ്പോണ സമയത്ത് തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. കാരണം 10 മണിക്ക് നട അടയ്ക്കണം, ഇത്രയും ആൾക്കാരെ തൊഴിയിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു അന്ന്. എന്തായാലും ഞങ്ങളൊന്ന് സുഖമായിട്ട് തൊഴുതു. ഓടിയാണെങ്കിലും നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ട് ഭഗവാന്. അങ്ങനെ ഞാൻ കുഞ്ഞൂസിനെ അവിടെ തൊഴിപ്പിച്ച് സ്ലോ മോഷൻ നടന്ന് നോക്കിയതാണേ. പിന്നെ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി അവർ ഇതൊന്നും നോക്കാതെയും വാങ്ങാതെയൊന്നും വരില്ലല്ലോ. പക്ഷെ ഇന്ന് ഞങ്ങളൊന്നും വാങ്ങിയൊന്നും കൊടുത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടൊക്കെ വന്നു. പിന്നെ ഞാനൊരു കീ ചെയിൻ എടുത്ത്. അവിടുത്തെ ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഈ ഒരു പരമ്പ് പോലത്തെ സാധനമുണ്ടല്ലോ, അതിനകത്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഗണപതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചകിരി നാരിലാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ 250 രൂപയെന്നാണ് പറഞ്ഞത്.
ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് അതൊരെണ്ണം വാങ്ങണമെന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്താ ഒരു കീ ചെയിൻ വാങ്ങിച്ചു. ശരണ്യയ്ക്ക് അപ്പോൾ വേറൊരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞ് അവൾക്കും അത് വാങ്ങിക്കൊടുത്തു. പിന്നെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ ഇറങ്ങിയതല്ലേ, അങ്ങനെ എല്ലാവർക്കും വിശപ്പായിരുന്നു. നമ്മൾ പിന്നെ അവിടെ അടുത്തുള്ള ഒരു നോൺ വെജ് ഹോട്ടലുണ്ടായിരുന്നേ, പത്മനാഭ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഈ ഒരു സംഭവം കണ്ട മേത്തമണി എന്ന് പറയും. ഇത് ശരിക്കും 6 മണി ആകുമ്പോഴത്തേക്ക് വാ തുറക്കും എന്നാണ് കേട്ടോ പറയണത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് 6 മണിക്ക് നമ്മളവിടെ എത്താത്തതുകൊണ്ടായിരിക്കാം കണ്ടിട്ടില്ല ഇതുവരയ്ക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അവിടെ കയറി പൂരിയാണ് കേട്ടോ വാങ്ങിച്ചത്. രാവിലെ അവിടെ പൂരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, മസാല ദോശ പൂരിയൊക്കെ. അങ്ങനെ എല്ലാവരും ഓരോ സെറ്റ് പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ശരിക്കും അത് കഴിച്ചപ്പോഴത്തേക്കാണ് എല്ലാവരുടെയും ഒരു ജീവൻ വന്നത്. ശരിക്കും 6 മണിക്ക് പോയതല്ലേ, ഭയങ്കര പോരാത്തിന് ഭയങ്കര വെയിലുമായിരുന്നു. അങ്ങനെ നമ്മൾ പൊന്നൂസ് ഇതാ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ ഏതാണ്ട് 1 മണിയൊക്കെ ആയപ്പം, ആ ഒരു സമയമൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ വന്നായിരുന്നു. ശരിക്കും നമ്മൾ ആരെയും വിളിച്ചില്ലായിരുന്നേ. വീടിൻ്റെ തൊട്ടടുത്തുള്ള 1-2 പേരെയും പിന്നെ ഞാനും അങ്ങനെ കുറച്ച് റിലേറ്റീവ് മാത്രം, ഒരു 10-15 പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കൂടി ചേർത്ത്. രണ്ടാമത്തെ കുഞ്ഞൊക്കെ അല്ലേ, അതുകൊണ്ട് അധികം അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ നമ്മളങ്ങനെ ഒന്നും വലുതായിട്ട് ആഘോഷിക്കാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ അധികം ആരെയും വിളിച്ചില്ല. അങ്ങനെ ഊണൊക്കെ സെറ്റാക്കി പിള്ളേർക്കൊക്കെ കൊടുത്തു. ആദ്യം പിള്ളേരെയൊക്കെയാണ് കേട്ടോ ഇരുത്തിയത്. കാരണം ശരിക്കും വിശപ്പൊന്നുമില്ലായിരുന്നു ആ സമയത്ത്, ലേറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട്. എന്നാലും പിന്നെ പെട്ടെന്നൊക്കെ കഴിച്ച് എല്ലാം സെറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കുഞ്ഞൂസ് ഇന്ന് മുതൽ ചോറ് കഴിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്